അസ്സലാമു അലൈക്കും. എന്താണ് സുഖല്ലേ? മക്കത്തുള്ളത് ഹുദൈബിയയിലേക്ക് പോവാണ്. റസൂലും ശത്രുക്കളും തമ്മിൽ കരാർ എഴുതിയൊരു സ്ഥലമുണ്ട്, ഹുദൈബിയ. നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മക്കയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ദൂരമുണ്ട് ഷുമൈസി എന്ന് പറയുന്ന ഹുദൈബിയയിലേക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശത്രുക്കളും തമ്മിൽ സന്ധി നടന്ന ആ ചരിത്ര പ്രസിദ്ധമായ മണ്ണിലേക്ക്. മക്ക എന്ന് ഓർക്കുമ്പോൾ വലിയ ആവേശമാണ്. യാത്രയിലെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ച അതിമനോഹരമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഹജ്ജിനു വേണ്ടി മാത്രം സംവിധാനിച്ചിട്ടുള്ള 10,000-കണക്കിന് ബസ്സുകളുടെ നിരകൾ കാണാം. ഹുദൈബിയ യാത്രയിലെ രസകരമായ ഒരു കാഴ്ചയാണ് ഒട്ടക ഫാമിലേക്കുള്ള യാത്ര. മെയിൻ റോഡിൽ നിന്ന് സ്വല്പം ഉള്ളിലോട്ട് മാറിയാണ് ഒട്ടക ഫാമുകൾ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു യാത്രയിലും കിട്ടാത്ത ഒരവസരമാണ് ഹുദൈബിയയിലേക്കുള്ള ഈ യാത്രയിലുള്ളത്. വാഹനം ടാറിട്ട റോഡിൽ നിന്നും കട്ടർ റോഡിലേക്ക് കടന്നു. ഒട്ടകങ്ങളെ കാണാനും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുമുള്ള ധൃതിയിലാണ് മലയാളികളായ എൻ്റെ യാത്രക്കാർ. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലയോ, എങ്ങനെയാണ് നാം അവറ്റകളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നുവെന്ന്. ശുദ്ധമായ ഒട്ടകപ്പാലിൻ്റെ കച്ചവടം ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. കൺമുമ്പിൽ നിന്ന് കറന്നു നൽകുന്ന ഈ ഒരു കുപ്പിപ്പാലിന് 5 റിയാലാണ് വില. ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് ഇതൊരു ചെറിയ വരുമാനം കൂടിയാണ്. വാഹനം ഹുദൈബിയയിലേക്ക് യാത്ര തിരിച്ചു. ഹാജിമാരുടെ നിലക്കാത്ത പ്രവാഹമുണ്ടെങ്കിലും അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു മീഖാത്ത് കൂടിയാണ് ഹുദൈബിയ. ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയയിലെ പഴയ പള്ളിയുടെ പല ഭാഗങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും തമ്പടിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നു. കച്ചവടക്കാരുടെ ഒരു വലിയ നിര തന്നെ ഹുദൈബിയയിലുണ്ട്. തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ചെറിയ വിലയിൽ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹുദൈബിയ. ചരിത്രത്തിൻ്റെ ഭാഗമായ ഹുദൈബിയ കിണർ സ്ഥിതി ചെയ്യുന്നതും ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ്.